അത് ഗൈസ് കാർത്തിക്കാണ്, കൂടെയുള്ളത് ഗൗതമാണ്. നമ്മളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെടുമങ്ങാടിന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് തന്നെ തനതായിട്ടുള്ള പലതരത്തിലുള്ള സർബത്തുണ്ട്. അപ്പോൾ അതിൽ ഒരുപാടെടുത്ത് കിട്ടുന്ന ഒരു ഐറ്റം സർബത്തുണ്ട്, പഴ സർബത്ത് എന്ന് പറഞ്ഞിട്ട്. പാളയംതോടൻ പഴത്തിലാണ് ഈ ഒരു സർബത്ത് ചെയ്തു വരുന്നത്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഡ്രിങ്കുകളിൽ എടുത്ത് പറയേണ്ട സർബത്താണ്. അപ്പോൾ ഇത് ഞാൻ പരിചയപ്പെടുത്താനായിട്ടാണ് ഇപ്പം മെയിനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. എന്തായാലും നമുക്ക് സർബത്തിൻ്റെ വിശേഷത്തിലോട്ടൊന്ന് പോകാം. ഓക്കെ. ഗൈസ്, അപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ സർബത്തിൻ്റെ ഏതാണ്ട് പാതിയോളം ഞാൻ തീർത്തിട്ടുണ്ട്. ഗൗതം അത് കഴിഞ്ഞിട്ട് തണുത്തുള്ള മേടിച്ച് കുടിച്ചേക്കണം. എങ്ങനെയാണ് തോന്നപ്പെട്ടത് പറ്റുന്നത് എനിക്കറിയത്തില്ല. എങ്കിലും ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഈ തരത്തിലുള്ള സർബത്ത് പലയിടത്തായിട്ട് കിട്ടും. അപ്പോൾ പലയിടത്തും ഈ ഒരു സർബത്തിൻ്റെ ടേസ്റ്റ് ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ പലയിടത്തും ചിലടത്ത് ആപ്പിൾ ഇട്ട് വരുന്നുണ്ട്, ചിലടത്ത് പഴം മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, മുന്തിരിങ്ങ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരേ രുചിയിലുള്ള സർബത്താണ്. അപ്പം ഞാൻ ഈ സർബത്തിൽ നാരങ്ങ ഇട്ട് തരാൻ പറഞ്ഞ് വേറൊന്നും വേണ്ടല്ല. എനിക്ക് എന്താ പറയുക, ഈ ഫ്രൂട്ടിനോട് തന്നെ പുളിപ്പും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് സംഭവം. അപ്പോൾ അത് മാമൻ സജസ്റ്റ് ചെയ്തതും കൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിൽ നാരങ്ങ കൂടെ എൻ്റെ കൂടെ ചേർത്ത് തരാനായിട്ട് പറഞ്ഞത് തന്നെ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് നാരങ്ങ ചേർത്ത് കുടിക്കണമെന്നുള്ള ഉറപ്പായിട്ടും കുടിക്കാം. ഈ ഒരു സർബത്തിൻ്റെ വില വന്നിട്ട് 30 രൂപയാണ്. മാത്രമല്ല 30 രൂപ എന്ന് പറയുമ്പോൾ ഇതിൽ ബൂസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 രൂപ, അല്ലെങ്കിൽ ഇതിൻ്റെ വില 25 രൂപയാണ് ഈ ഒരു സർബത്തിൻ്റെ വില. അപ്പം നെടുമങ്ങാട്ട് മിക്കടുത്ത് ഏതാണ്ട് ഈ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഈ സർബത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഈ സർബത്ത് ഉണ്ടാക്കിയ ആളുടെ കഥ പറയാനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയും പറയാനുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ കഥ ഒന്ന് ഓടിച്ചെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയാം. എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ എന്തായാലും അതിലേക്ക് പോകാം. ഞാൻ 23 വർഷം ഗൾഫിലുണ്ടായിരുന്നു. തുർക്കിയുടെ കൂടെയും സൗദിയുടെ കൂടെയും എല്ലാവരുടെ കൂടെയും പാചകക്കാരായിരുന്നു. അതിൽ ഞാൻ എല്ലാ പാചകവും തുർക്കിയിൽ നിന്നാണ് കണ്ടുപഠിച്ചത്. അവർ പാചകം ചെയ്യാതെ കണ്ടുപഠിച്ചു. ഇവിടെ വന്ന് ഞാൻ ചെറിയ ഒരു മൃഗാങ്കണം. ഇവിടെ കറണ്ടില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവിടുത്തെ ഫുൾ സർവത്തെന്നും കൊണ്ട് ഒരു സർവത്തുണ്ട്. അതിനകത്ത് എല്ലാം കൂടെ ചേർത്ത് കറണ്ടിക്കാണ് ഇടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ഇവിടെ വില കുറവാണ്. ഗൈസ്, ഞാനിപ്പം മാമിൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ എൻ്റെ ബേക്കിരിക്കുന്ന ആളാണ്. ഈ ഒരു 11-ാം കല്ല് വിശ്രമ കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ചായക്കടകളുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ സെൻറ്റ് മാത്രം വിൽക്കുന്ന ഒരു അപ്പൂപ്പ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു വൈകുന്നേരം ഒരു 3 മണി 4 മണി സമയത്തൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഒരുപാട് പേർക്ക് സെൻറ്റ് പരിചയപ്പെടുത്തുന്നുണ്ടാകും. അപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് നല്ല മണമൊക്കെയാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് ഒരുപാട് നല്ല ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിടാം, ഒന്ന് കണ്ടുപോയി.
ഗൈസ്, അപ്പോൾ ഈ ഒരു സെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത ചായക്കടയിൽ അടുത്ത ആളാണ് കേട്ടോ. എന്നോട് പറയാം ചായക്കടയുടെ വ്ളോഗ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളിയുടെ കയ്യിൽ 50 രൂപയ്ക്ക് തുടങ്ങി 100 രൂപ വരെയുള്ള സെന്റാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഞാൻ കേട്ടിട്ടൊന്നുമില്ലാത്ത ഒരുപാട് നല്ല ഫ്ലേവേഴ്സ് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 11-ാം കല്ല് ജോയിൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചായ കുടിക്കാം, നല്ല സർബത്ത് കുടിക്കാം, അതുപോലെ തന്നെ നല്ല വാസനയുള്ള ഈ ഒരു വാസന തൈരും വാങ്ങിച്ച് പൂശാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻഡിലേക്ക് പോയിക്കോ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് അടിച്ചു. ഡിസ്ലൈക്ക് അടിക്കുന്നതോടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് താഴെ കമൻറ്റിൽ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം ചെയ്യാം.